നമ്മളുടെ ആഗ്രഹം എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണം, അതിൻ്റെ കൂടെ ഒരു ജോബ് നോക്കണം. പഠിക്കണ്ടേ അപ്പോ? പിന്നെ അതല്ലേ മുഖ്യം. ഏതുവരെ പഠിക്കും? ഞാൻ എനിക്ക് ആഗ്രഹം എഞ്ചിനീയർ എടുക്കാനാണ്. എഞ്ചിനീയറാണ്. മോൾക്ക് ഒരുപാട് കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? എങ്ങനെയാ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ? കൂട്ടുകാരുണ്ട്. പിന്നെ എപ്പോഴും എന്റെ കൂട്ടുകാരികൾക്ക് എപ്പോഴും എന്നെ കാണാൻ പറ്റാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെ ക്ലാസ്സിൽ ഇല്ലില്ല, എനിക്ക് കുറച്ച് ദിവസമേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്പെഷ്യൽ ട്യൂഷനും ഓൺലൈനും ഒക്കെ ഉണ്ടായതുകൊണ്ട് പഠിത്തം ടോപ്പറാണ്. വിശ്വസിക്കത്തില്ല. കൂട്ടുകാരികളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ? വൈകുന്നേരം ഒരു 8 മണി മുതൽ 9 മണി വരെ കൂട്ടുകാരികളുമായിട്ട് ഒരു ചങ്ങാത്തം. അല്ല, അതിനെനിക്ക് താല്പര്യം ഇല്ല. ഇല്ല. എന്താ നമുക്ക് താല്പര്യമുള്ളത്? ഈ ഫ്രണ്ട്സ് നല്ലതാണ്, പക്ഷെ ഒരു ചാറ്റിങ് ടെക്സ്റ്റിംഗ് അത്ര നല്ലതല്ല. എനിക്കത് ഇഷ്ടമല്ല. മോൾ അങ്ങനെ ചാറ്റ് ചെയ്യാറൊന്നുമില്ല? എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുക്കും, പഠിക്കാനായാലും. പിന്നെ അത്യാവശ്യം ഫോണൊക്കെ കാണും, ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ കാണാറുണ്ട്. അതിനൊന്നും അല്ലാതെ ഈ അനാവശ്യമായിട്ടൊന്നും ഞാൻ ചേച്ചി മോളോട്ട് ഒരുപാട് പ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല, 3 വയസ്സിന്. 3 വയസ്സ്. അപ്പൊ ചേച്ചി ഒരു കൂട്ടുകാരി പോലെ ആയില്ലയോ? പിന്നല്ലാതെ, ചേച്ചിയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആണോ? എല്ലാ കാര്യം ചേച്ചിയോട് പറയൂ. വീട്ടിലെങ്ങനെയാ കുട്ടി? അവർക്ക് മോൾക്ക് വേറെ പണികളൊക്കെ ഉണ്ടായിട്ടേ, അപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രയാസമായിരിക്കുമല്ലോ? ഇല്ല, ഒരു പ്രയാസവും ഇല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ടുന്നവരെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ രാത്രിയിൽ വീണ്ടും നമ്മൾ പഠിപ്പിക്കും. ഞാൻ എല്ലാ സമയം കൂടെ ഉണ്ട്. മറ്റ ഒരു കാര്യങ്ങളും ലക്ഷ്മിക്ക് താല്പര്യമില്ല. ലക്ഷ്മി മിടുക്കിയായിട്ട് പഠിക്കും. ക്ലാസ്സിൽ ഫസ്റ്റാ. പിന്നെ അതിന് അധ്യാപകരും കൂടെ സഹായിക്കുന്നുണ്ട്, കൂട്ടുകാരികളും. അപ്പൊ മോളുടെ കാര്യം എങ്ങനെയാ? മോള് മൊബൈൽ ഫോൺ ഉപയോഗിക്കുവോ? ഉപയോഗിക്കാറുണ്ട്. സ്കൂളിൽ കൊണ്ടുപോവോ? ഇല്ല. ഫോൺ മോൾക്കായിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ടാബ് ഉണ്ട്. ഓക്കെ. ഈ ചാറ്റിംഗ് ടെക്സ്റ്റിംഗ് അങ്ങനെ വലുതായിട്ട് ടെക്സ്റ്റിംഗ് ചാറ്റ് ഒന്നും ചെയ്യാറില്ല. ശിവാനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്തുവാ? എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. പഠിക്കുന്നുണ്ടോ ഡാൻസ്? അതെ, പഠിക്കുന്നു. ഏതാ? ഭരതനാട്യം. അത് എത്ര സമയമൊക്കെ പഠിക്കും? വീക്ക്ലി വൺസ് ആണ് പോകുന്നത്. ആഴ്ചയിൽ ഒരിക്കലേ പോകും. ഒരുപാട് കൂട്ടുകാരികളുണ്ടോ മോൾക്ക്? ആവശ്യത്തിനുണ്ട്. മോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിക്കാൻ ആളില്ല അങ്ങനെയൊക്കെ തോന്നുന്ന സന്ദർഭമുണ്ടോ വീട്ടില്? അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ജോലിയുണ്ട്. രണ്ടുപേർക്കും ജോലി. അച്ഛൻ എവിടാ ജോലി ചെയ്യുന്നത്? അച്ഛൻ ഗോയിത്തേ സെന്റർ. അമ്മയോ? BRC തൃപ്പൂണിത്തുറ. അവരൊക്കെ രാവിലെ എത്ര മണിക്ക് പോകും? രണ്ടുപേരും ഒരു 9 മണിയൊക്കെ ആകുമ്പോ പോകും. മോൾ എത്ര മണിക്ക് സ്കൂളിൽ പോകും? 8 മണിയാകുമ്പോ. ഓക്കെ. അപ്പൊ മോൾ അവരുടെ മുമ്പേ പോകും? മോൾ അവരെക്കാൾ നേരത്തെ വരും? അപ്പൊ നേരത്തെ വരുമ്പോ അങ്ങനെ ജോലിക്കാരുണ്ടോ വീട്ടില്? ഇല്ല. മോൾ ആ സമയം എങ്ങനെയാ? മോള് മാത്രം ആവുമല്ലോ വീട്ടില്? എന്റെ റിലേറ്റീവിന്റെ അടുത്ത്, അപ്പൊ അവരുടെ അടുത്തൊക്കെ പോയി കളിക്കും. വീട്ടിൽ ആരാ കൂടുതൽ ടഫ്, അച്ഛനാണോ അമ്മയാണോ? ഡീൽ ചെയ്യാൻ എളുപ്പം ആരെയാ? ഡീൽ ചെയ്യാൻ എളുപ്പം അച്ഛനെയാ. അമ്മയാണോ അപ്പൊ വടിയെടുക്കുക? ഇല്ല, ആരും അടിക്കാറില്ല. ഇല്ല. ഓക്കെ. അപ്പൊ മോള് ഹാപ്പി ആണല്ലോ? അതെ. വീട്ടിൽ എത്ര മണിക്കൂർ തനിച്ചിരിക്കുന്നുണ്ട്? 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ 2 മണിക്കൂർ. ആ സമയത്ത് കളിക്കും, അവരുടെ അടുത്ത് പോയി കളിക്കും, പഠിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ വരാം, ഒരു വലിയ ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടിട്ട്. ആ കലാകാരി സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. സുഖം. ഇപ്പൊ ലൊക്കേഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക്. പ്രോമി, ഇതൊക്കെ എങ്ങനെ പോന്നു? നന്നായിട്ട് പോണു സാറേ. പണ്ട് വെറുതെ അല്ല ഭാര്യ പറഞ്ഞ പോലെ ഭാര്യ ഇപ്പോഴും മര്യാദ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണോ ഭർത്താവിനെ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതേ അവസ്ഥയിൽ മുന്നേക്ക് പോവാ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുന്ന പിതാക്കളാണോ? നല്ല ആവശ്യത്തിന് സ്വാതന്ത്ര്യം. അവർക്ക് സ്മാർട്ട് ഫോൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിയന്ത്രിച്ചിട്ടുണ്ടോ? അതോ? നിയന്ത്രിക്കാറില്ല. എന്തെങ്കിലും ആവശ്യമില്ലാത്തത് കണ്ടാൽ നിയന്ത്രിക്കപ്പെടും. നിലവിൽ ഇപ്പൊ എന്റെ +2 രണ്ടാമത്തെ മോന് എക്സാം നടക്കാണ്. അവന്റെ ബോർഡ് എക്സാം തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. സത്യത്തിൽ ഞാൻ അവന്റെ ഫോൺ തിരിച്ചു മേടിച്ച് വെക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ അവന്റെ ചില പെർഫോമൻസുകളിൽ എനിക്ക് ഒരു സംശയം തോന്നിയപ്പോ ഞാൻ ആ എക്സാം തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് ഞാൻ ഫോൺ അവന്റെ തിരിച്ചു മേടിച്ചു വെച്ചേക്കാം. മടിക്കണ ഒരു സീനില്ല. തിരിച്ചു താറ്റേ എന്ന് പറഞ്ഞു. കുട്ടികളോടൊന്നും അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. പ്രോമിയോട് അങ്ങനെ തിരിച്ചു പറഞ്ഞ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പപ്പ തരണം എന്ന് പറഞ്ഞാൽ തരണം, അത് ഫൈനൽ വേർഡാണ്. അങ്ങനെയല്ല, പ്രോമി അങ്ങനെ എപ്പോഴും സ്ട്രിക്റ്റ് ആവാറില്ല. പക്ഷെ അവന്റെ മാർക്ക് കുറച്ച് കുറഞ്ഞപ്പോ പ്രോമി പറഞ്ഞു, ഇനി എക്സാം കഴിഞ്ഞിട്ട് നിനക്ക് ഈ ഫോൺ തരുള്ളൂ, അതുവരെ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അവന്റെ ചില പെർഫോമൻസുകളിൽ വ്യത്യാസം വന്നപ്പോ ഞാൻ പറഞ്ഞു, നിന്റെ സൗകര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യും, ഞാൻ ഫോൺ തിരിച്ചു മേടിച്ചു, ഇനി എക്സാം കഴിഞ്ഞിട്ട് ഫോൺ തരുള്ളൂ. അപ്പൊ അതില് നമ്മൾ ഈ കുത്തുന്ന ഫോൺ ഉണ്ടല്ലോ, ബട്ടൺ ഉള്ള, അത് കൊടുത്തു. അല്ല, സ്മാർട്ട് ഫോൺ, അവന് സ്മാർട്ട് ഫോൺ കൊടുത്തത് ഇപ്പൊ ഈ 17 വയസ്സായപ്പോഴാണ്. അതുവരെ അവന് ഈ കുത്തണ ഫോൺ തന്നെ ആയിരുന്നു. അപ്പൊ ഈ കുത്തണ ഫോണാ നല്ലത് അല്ലേ മോളെ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കുത്തണ ഫോണാ നല്ലതെന്ന് പറയാൻ പറ്റില്ല സാറേ. അവർക്ക് എല്ലാം വേണം, എല്ലാ എക്സ്പോഷറും വേണം.
അപ്പോൾ ആവശ്യത്തിന് അവർ അല്ലെങ്കിൽ അവർ മാത്രമായിട്ട് പിറകിലേക്ക് നിൽക്കും. ബാക്കി എല്ലാവരും യൂസ് ചെയ്യണത് സ്മാർട്ട് ഫോൺസ് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.